നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. പാഴ്സൽ സർവീസിന്റെ മറവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന അതിമാരക രാസലഹരികളായ 1/4 കിലോയിനടുത്ത MDMAയും 4 LSD സ്റ്റാമ്പുകളുമായി ഒരാൾ പിടിയിൽ. കുപ്രസിദ്ധ ഭണ്ഡാര മോഷ്ടാവ് കൈലിയാട് മണിയെ കാപ്പ ചുമത്തി 1 വർഷം വിയ്യൂർ ജയിലിൽ കരുതൽ തടങ്കലിൽ അടച്ചു. കുന്നംകുളത്ത് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുന്നംകുളം കീഴൂർ സ്വദേശി ബാബുവാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. പറളിയിൽ നിർത്തിയിട്ട ലോറിയുടെ പിന്നിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പറളി ചക്കാന്തറ പേങ്ങാട്ടുപാളയം മാരിയമ്മൻ കോവിലിന് സമീപം താമസിക്കുന്ന വിശ്വനാഥനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. പാഴ്സൽ സർവീസിന്റെ മറവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന അതിമാരക രാസലഹരികളായ 1/4 കിലോവിനടുത്ത് MDMAയും 4 LSD സ്റ്റാമ്പുമായി ഒരാൾ പിടിയിലായി. പാർസൽ സർവീസിന്റെ മറവിൽ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഏഷ്യർ ലോറിയിൽ കടത്തുകയായിരുന്ന വൻ രാസലഹരി ശേഖരവുമായി ഒരാളെ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും കൊടകര പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിന്നി എടമുട്ടം പുളിഞ്ചോട് സ്വദേശി മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിൽ ആണ് പിടിയിലായത്. ഇയാൾ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്ന് 198.3 ഗ്രാം MDMAയും 4 LSD സ്റ്റാമ്പുകളും പോലീസ് പിടിച്ചെടുത്തു. ലഹരി മരുന്നും വാഹനവും കസ്റ്റഡിയിലെടുത്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുപ്രസിദ്ധ ഭണ്ഡാര മോഷ്ടാവ് കൈലിയാട് മണികണ്ഠൻ എന്ന ഭണ്ഡാരമണിയെ കാപ്പ ചുമത്തി 1 വർഷം കരുതൽ തടങ്കലിൽ വിയ്യൂർ ജയിലിൽ അടച്ചു. നിരവധി ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി നിലവിൽ പാലക്കാട് ജില്ലാ ജയിലിൽ തടവിലായിരുന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുളപ്പള്ളി യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പുതിയ യൂണിറ്റ് ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഷൊർണൂർ കൈലാട് സ്വദേശി മണികണ്ഠൻ എന്ന ഭണ്ഡാരമണിയാണ് കോങ്ങാട് പോലീസിന്റെ പിടിയിലായതിനെ തുടർന്ന് പാലക്കാട് ജില്ലാ ജയിലിൽ കഴിഞ്ഞുവരവെയാണ് ഇപ്പോൾ കാപ്പയിൽ ഉൾപ്പെട്ട 1 വർഷത്തേക്ക് വിയ്യൂർ ഹൈ സെക്യൂരിറ്റി പ്രിസണിലേക്ക് മാറ്റിയത്. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിൽ ജില്ലാ കളക്ടർ മാധവിക്കുട്ടി പ്രതിക്ക് 1 വർഷം കാപ്പ ചുമത്തി കുറ്റവാളിയെ തടങ്കലിലാക്കിയത്. കുന്നംകുളത്ത് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുന്നംകുളം കീഴൂർ സ്വദേശി ബാബുവാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ മുന്നിലുണ്ടായിരുന്ന ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സമയം എതിരെ വന്ന ലോറിയുടെ സൈഡിൽ സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ബാബുവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടം നടന്നയുടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആംബുലൻസ് പ്രവർത്തകർ ഇദ്ദേഹത്തെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ബാബു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പറളിയിൽ നിർത്തിയിട്ട ലോറിയുടെ പിന്നിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പറളി ചക്കാന്തറ പേങ്ങാട്ടുപാളയം മാരിയമ്മൻ കോവിലിന് സമീപം താമസിക്കുന്ന വിശ്വനാഥനാണ് മരിച്ചത്. 69 വയസ്സായിരുന്നു. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ പറളി ചെക്ക് പോസ്റ്റിൽ മുസ്ലിം പള്ളിക്ക് മുന്നിലാണ് അപകടമുണ്ടായത്. ഭാര്യ രാധാമണി, മക്കൾ അഖിൽ, ഐശ്വര്യ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുളപ്പള്ളി യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പുതിയ യൂണിറ്റ് ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പള്ളി യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗമാണ് കുളപ്പള്ളി ഗസിബോ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. KVS ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന 22 അല്ലെങ്കിൽ 18 അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അവർ മാത്രം യോഗം കൂടി എടുക്കുന്ന തീരുമാനമാണ് കുളപ്പള്ളി അങ്ങാടി നമുക്ക് വേണ്ടി അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പ്രാവർത്തികമാക്കുന്നത്. ആ കമ്മിറ്റിയുടെ നേതാവ് എന്നുള്ള നിലയിൽ, അതിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിന്റെ മുൻപിൽ നിന്ന് നയിക്കലാണ് ജയന്റെ പണി. അതാണ് ജയൻ ചെയ്യുന്നത്. അതിൽ നിയമപരമായും സംഘടനാപരമായുള്ള എഴുത്തുകുത്തുകൾ ചെയ്യേണ്ട പണിയാണ് ജനറൽ സെക്രട്ടറിയുടെ പണി. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രശ്നമുള്ള പണി അതാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ പല യൂണിറ്റുകളിലും ഇതെല്ലാം നടത്തുന്നത് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ വരാനാണ്. അതിൻ്റെ ഒരു ദോഷമല്ല. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് CP ജയൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PP ഉമർ, മണ്ഡലം ജനറൽ സെക്രട്ടറി KM സുലൈമാൻ, വാണിയംകുളം യൂണിറ്റ് പ്രസിഡന്റ് TA ഷാജഹാൻ, യൂണിറ്റ് ട്രഷറർ TE സുലൈമാൻ, ഷൊർണൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി VS സുധീഷ് എന്നിവർ സംസാരിച്ചു. 2026-28 വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റ് CP ജയൻ, ജനറൽ സെക്രട്ടറി PP ഉമർ, ട്രഷറർ K നൌഷാദ്, വൈസ് പ്രസിഡന്റുമാർ മൊയ്തീൻകുട്ടി, ജയപ്രകാശ്, സുലൈമാൻ, ജോയിന്റ് സെക്രട്ടറിമാരായി പ്രദീപ് നാരായണ, താഹിർ, ബഷീർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ഷൊർണൂർ ഗവൺമെന്റ് പ്രസ് എംപ്ലോയീസ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം 39ാം വാർഷികാഘോഷവും കലാപരിപാടികളും കുളപ്പള്ളി ഗവൺമെന്റ് പ്രസിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ പി. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ആദരിക്കൽ ചടങ്ങും ഉണ്ടായിരുന്നു. ഷൊർണൂർ ഗവൺമെന്റ് പ്രസ് എംപ്ലോയീസ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം 39ാം വാർഷികാഘോഷം കുളപ്പള്ളി ഗവൺമെന്റ് പ്രസ് അങ്കണത്തിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. യാത്രയയപ്പ് നൽകിയവരെ ചടങ്ങിൽ ചെയർപേഴ്സൺ ആദരിച്ചു. ചടങ്ങിൽ പെരുങ്ങോടി ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. VT രാധാമണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. M. അബ്ദുൽ സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് അഹമ്മദ് ഷാഫി, വാർഡ് മെമ്പർ EA ഗീത, പ്രശാന്ത് മാസ്റ്റർ, S. ബൈജു, KV ചിത്ര, KK സന്തോഷ് കുമാർ, സമേഷ്, TB വിപിൻ, MV സുജേഷ്, ബേബി മല്ലിക, D. ബിനോജ്, PM ജയകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് PK അശ്വജിത്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. PA സക്രിയ, VMS സിദ്ദിഖ്, PC പ്രിദത്ത്, K. മീനകുമാരി, TC കനകരാജ്, PA രമേശ്, PK പ്രമേഷ്, സുനിമോൾ, C. പ്രീത, VK സത്യകുമാർ, C. തങ്കമണി, PC രവികുമാർ, സ്വാമിനാഥൻ, പ്രദീപ് മുരളി, ഷിബു ശിവപ്രകാശ്, ഗിരീഷ് കുമാർ, PK കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. അതിൻ്റെ തീരാ നഷ്ടം ഇന്ന് ഇന്ത്യ മഹാരാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവര സാങ്കേതിക വിദ്യയിൽ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയെ പുറകിലോട്ട് നയിച്ചത് അന്ന് നടന്ന ഒരു കോൺഗ്രസ് സ്ഫോടനത്തിൽ അനുഭവിച്ചാണ്. അന്ന് ഇന്ത്യയെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒറ്റക്കെട്ടായി കൊണ്ട് ഇന്ത്യയുടെ മുതൽക്കൂട്ടായി മുന്നിൽ നിന്ന് നയിച്ച നായകനാണ് നമ്മുടെ മൺമറഞ്ഞുപോയ ശ്രീ രാജീവ് ഗാന്ധി. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഇന്ന് ആരും വന്നിട്ടില്ല. അത്രയും മഹാനായ ലോകരാജ്യങ്ങൾ നോക്കിക്കണ്ട ഏറ്റവും മഹാനായ ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ വിട്ടുപോയത്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹന പരിശോധന വേഗത്തിലും കർശനവുമാക്കി വാഹന വകുപ്പ്. സർക്കാർ മാർഗനിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്ന് 30 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് അനുവദിച്ചില്ല. പാലക്കാട് വിക്ടോറിയ കോളേജിലായിരുന്നു വാഹന പരിശോധന. വാഹന പരിശോധനയ്ക്കൊപ്പം ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസും അധികൃതർ നൽകുന്നുണ്ട്. ബ്ലേഡ് സ്പോട്ട് മിറർ, GPS, യന്ത്രക്ഷമത, വിദ്യാവാഹൻ സംവിധാനങ്ങൾ, മോട്ടോർ വാഹന വകുപ്പ് വിവര സംവിധാനങ്ങൾ ലഭ്യമാക്കുന്ന ലീഡ്സ് ആപ്പ് എന്നിവയുടെ പരിശോധനയാണ് മുഖ്യമായി നടത്തുന്നത്. വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ച വാഹന പരിശോധനയിൽ പങ്കെടുത്ത 102 വാഹനങ്ങളിൽ 72 വാഹനങ്ങൾക്ക് മാത്രമാണ് ഫിറ്റ്നസ് ലഭിച്ചത്. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ പുറത്തായ 30 വാഹനങ്ങളുടെ പരിശോധന വീണ്ടും നടത്തും. RTO CO മുജീബ്, PG പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ യാത്രയുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കലുമൊക്കെ നടത്താറുണ്ട്. ആ പതിവ് തെറ്റിക്കാതെ തന്നെയാണ് ഈ വർഷവും പാലക്കാട് RTO ഓഫീസിൻ്റെ കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളുടെ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് പരിശോധന നടത്തുന്നത്. ഇതിൽ നമ്മൾ 2 ദിവസമായിട്ടാണ് ഇത് നടത്തുന്നത്. 20-ാം തീയതി ഇന്നും 23-ാം തീയതി ശനിയാഴ്ചയും. ഇന്ന് ഏകദേശം ഈ സമയമായപ്പോഴത്തേക്കും ഒരു 30-35ഓളം വാഹനങ്ങളാണ് എത്തിയിട്ടുള്ളത്. അവയിൽ നമ്മൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷനാണ്. വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ വാഹനങ്ങളുടെ എല്ലാ മെക്കാനിക്കൽ വരുന്ന എല്ലാ ഭാഗങ്ങളുടെയും ഇത് പ്രത്യേകിച്ചും മഴക്കാലവുമായി ബന്ധപ്പെട്ടിട്ട് വാഹനങ്ങളുടെ ടയറുകൾ, അതിൻ്റെ വിൻഡോസ്, അതിൻ്റെ വൈപ്പർ മോട്ടറുകൾ, പിന്നെ അതോടൊപ്പം തന്നെ പൊതുവെയുള്ള സ്പീഡ് ഗവർണർ, അങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ മെക്കാനിക്കലി വരുന്ന എല്ലാ ഭാഗങ്ങളുടെയും വിശദമായ പരിശോധനയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി 100 പ്രകാശ വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ 2027 ജനുവരിയിൽ മലപ്പുറം ഖാദി ഹറൈമനിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ വടക്കാഞ്ചേരി സോൺ പ്രചരണ ഉദ്ഘാടന സമ്മേളനം വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ചെറുതുരുത്തിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്ര മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ അബ്ദുള്ള അൻവരി അധ്യക്ഷത വഹിക്കും. SYS
സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ സഖാഫി പ്രമേയ പ്രഭാഷണം നടത്തും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജേതാക്കളായ വരവൂർ മൊഹിദ്ദീൻ കുട്ടി സഖാഫി, മുസ്തഫ കാമിൻ സഖാഫി, MS മുഹമ്മദ് ഹാജി, മൊയ്തു ഹാജി V5, SYS സോൺ പ്രസിഡന്റ് അൻവർ സാദത്ത് തങ്ങൾ, കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഹാറുനി, സെക്രട്ടറി മൊയ്തീൻ കുട്ടി സഖാഫി, അബ്ദുൾ റഷീദ് സഖാഫി, വഹാബ് ഹാജി വരവൂർ എന്നിവർ സംസാരിക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ അബ്ദുള്ള അൻവരി, അബ്ദുൾ റഷീദ് സഖാഫി, അബ്ദുൾ റഹ്മാൻ ഹാറുനി, മൊയ്തീൻ കുട്ടി സഖാഫി, KA അലി അഷ്റലി, KA അലി അഷ്റഫി എന്നിവർ പറഞ്ഞു. സമസ്തയുടെ 100 വർഷം തികയുമ്പോൾ അതിൻ്റെ സെന്റിനറി സമ്മേളനം 2027 ജനുവരി 28, 29, 30, 31 തീയതികളിലായി മലപ്പുറം ജില്ലയിലെ വാദി ഹറമയിൽ നടക്കുകയാണ്. സമസ്തയുടെ കീഴ്ഘടകങ്ങളായ മുഴുവൻ സംഘടനാ കുടുംബങ്ങൾക്കും സെന്റിനറിയുടെ ഭാഗമായി ധാരാളം പദ്ധതികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SSF, SYS, മുസ്ലിം ജമാഅത്ത് ഇത്തരത്തിലെ മുഴുവൻ സംഘകുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും അതിൻ്റെ ഭാഗമായ അവർക്കനുസരിച്ചുള്ള ധാരാളം പദ്ധതികൾ കേരളത്തിൽ നടത്തുമ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് സമസ്തയുടെ സെന്റിനറി ഭാഗമായി പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി സമസ്തയുടെ 100 പ്രകാശവർഷങ്ങൾ എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് വടക്കാഞ്ചേരി സോൺ വെള്ളിയാഴ്ച നാളെ വൈകുന്നേരം 7 മണിക്ക് പ്രമേയ സമ്മേളനം ചെറുതുരുത്തിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ചെറുതുരുത്തി സെന്ററിൽ വെച്ച് നടക്കുന്ന ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. പാഴ്സൽ സർവീസിന്റെ മറവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന അതിമാരക രാസലഹരികളായ 1/4 കിലോയിനടുത്ത MDMAയും 4 LSD സ്റ്റാമ്പുകളുമായി ഒരാൾ പിടിയിൽ. കുപ്രസിദ്ധ ഭണ്ഡാര മോഷ്ടാവ് കൈലിയാട് മണിയെ കാപ്പ ചുമത്തി 1 വർഷം വിയ്യൂർ ജയിലിൽ കരുതൽ തടങ്കലിലടച്ചു. കുന്നംകുളത്ത് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുന്നംകുളം കീഴൂർ സ്വദേശി ബാബുവാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. പറളിയിൽ നിർത്തിയിട്ട ലോറിയുടെ പിന്നിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പറളി ചക്കാന്തറ പേങ്ങാട്ടുപാളയം മാരിയമ്മൻ കോവിലിന് സമീപം താമസിക്കുന്ന വിശ്വനാഥനാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.